എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള വയനാട്ടിലേക്കാണ് കേട്ടോ ഞങ്ങളെ ഇന്നത്തെ യാത്ര. വയനാട്ടിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് എങ്ങോട്ട് പോകണമെന്നൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ആദ്യത്തെ ടൂറിസ്റ്റ് സ്പോട്ടായ പൂക്കോടാണ് ആദ്യം ഇറങ്ങിയത്. സുഹൈൽ ആള് ചങ്കാണ്, ചങ്കിടിപ്പാണ്, സൂപ്പറാണ്. ഇത് നമ്മുടെ ഇബ്രാഹിം പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. പഠിച്ച നല്ലൊരു പെണ്ണിനെ കൊടുക്കട്ടെ. സാധാരണ എപ്പോഴും പൂക്കോട് പോകുമ്പോൾ കാണാറുള്ള പൂക്കോട് തടാകവും ബോട്ടിങ്ങും പാർക്കും എന്നതിനുപരി ഇത്തവണ ഒരു വ്യത്യസ്തമായ കാഴ്ച കൂടി ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. ബേഡ്സിനെയും റോക്ക്ടെയിലിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ജംഗിൾ ബുക്ക് ബേർഡ് സ്റ്റേഷൻ. വിവിധ ഇനം പക്ഷികളെയൊക്കെ കയ്യിലിരുത്തി ഫീഡ് ചെയ്യിക്കാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. പാമ്പില്ലി വാ എടാ, പാമ്പാന്റെ മേത്ത് കയറൂല. ഇഞ്ഞി വാ 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 നോക്ക്. ഇനി വാ, അതിലെനി പോകാൻ പറ്റൂല. അതിലെ നോണ്ടി അതിലെനി കേറാൻ പറ്റൂല. ഈല വരണോ? ഇനി വാ മോനെ, വാ വാ ഈ വാ റൈസേടാ. അവനെ പിടി, ഇബ്രോ അവനെ പിടി. എന്തോ പോണാ. വാ, ഇതൊക്കെ ഇത് വീഡിയോ വരും കേട്ടോ. കളിയാക്കേ, ആൾക്കാർ കളിയാക്കും. നീ പോര്, വാ. എടാ പൊട്ടത് ഗ്ലാസിന്റെ ഉള്ളിലാണേ. അതൊക്കെ ഉണ്ടാവും. അത് മേത്ത് വെക്കണേ വെച്ചാ മതി. വാ, ഇവിടുന്ന് മേത്ത് വെക്കാൻ പറ്റുന്നില്ല. നീ വാ. ആ ബേക്കിൽ ആടെ കാട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. നീ തമാശ കളിക്കല്ലേ. മോനെ കഴിഞ്ഞ ഇപ്പൊ പുതിയ വന്ന അവിടെ കൊറേ ആയോ? ഇത് തുടങ്ങിയതാ. ഇപ്പൊ 2 മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. എപ്പോഴുണ്ടാവോ? പൈസ എന്നെ അടുത്ത് മേത്തെ ചേർട്ടെ അങ്ങനെ പറയല്ല. നല്ല സാധനാടാ. ഒന്നും ആവൂല ചേട്ടാ. ഒന്ന് പറയട്ടെ, വേറൊരു സാധനം അവിടെ. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് കാരാപ്പുഴ ഡാമിലേക്കായിരുന്നു കേട്ടോ.
ഇനി എന്താ അത് കഴിക്കാത്തതെന്ന് പറഞ്ഞ റൈസ നമ്മ പറയില്ല രഹസ്യമാണ്. പറയ്. പൊടിയാവുമല്ലോ റോട്ടുമത്തെ പൊടിയാവുന്നു. ഒരു വെറൈറ്റി മാൻ. അല്ലല്ല അത് ഫുള്ള് കവർ ചെയ്തിട്ടാ വരിക. പൈസ കൊടുക്കേ. അത് ശരി. ഇതെന്താ ഗൂഗിൾ പേ പറയാം. പൊടി പൊടി പൊടിയാവൂലേ? എടാ പൊടി. എന്താ ചെയ്യാ? എത്ര കാക്ക? 85. ആ യൂസുഫ് ഖാൻ 4 കിലോ ഓട്ടി. പോത്തും കച്ചവടം വിട്ട ഒരു കളിയില്ല. അവിടെ മുതൽ ഇവിടം വരെ വേണ്ട യൂസുഫ് ഖാൻ ഉണ്ട് ഓൾറെഡി. ഞാൻ കൊടുത്ത് പൈസ കൊടുക്കും. സൗണ്ട് ഇങ്ങോട്ട് കേൾക്കണമെന്നല്ല. ഇതങ്ങനെ ടൂണം കാണുന്നുണ്ടോ മ്യൂസിക്കിൽ? ഇതൊരേ ടൂണാണല്ലോ വരുന്നത്. ഒരേ ടൂണാണല്ലോ വരുന്നത്. മ്യൂസിക് എങ്ങനെ ഇട്ടാണോ? ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഇഷ്ടപ്പെട്ടില്ല. ഓ സ്ഥലം സൂപ്പറാണ്, പക്ഷേ വെയിലാണ്. വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും ഇവിടെ ഏറ്റവും ഉപകാരം. ഇപ്പം നടക്കൂല ക്ഷീണ, കാരണം വെയിൽ കൊണ്ട് നമ്മൾ തളർന്നു പോകാം. കാരാപ്പുഴ ഡാമിൻ്റെയും പാർക്കിൻ്റെയും വീഡിയോകൾ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇങ്ങനെ കാരാപ്പുഴ ഡാമിലെ കാഴ്ചകൾ കണ്ട് ഞാനും റൈസ് നമ്മളേട്ടാ പോണേ. ഇനി സൂചിപ്പാറ പോവായിക്കൂലേ നമ്മള്? വണ്ടിക്ക് ചൂടുണ്ട് കേട്ടോ. ഓംലേറ്റ് അടിച്ചാലോ? നല്ല ഇറങ്ങിക്കോ. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിനോ? അത് പറയാൻ പറ്റൂല. പോരാ. എന്താ എൻ്റെ അഭിപ്രായം? അല്ലേ, നമ്മളെ ഏഴും പോകാത്തതും കൊണ്ട് നമുക്കത് അടിപൊളിയായിട്ട് തോന്നൂലേ? ഇപ്പം ഗൾഫുകാരനായ കൊണ്ട് നമുക്കത് തോന്നൂല. ആ ഇവിടെ എത്തി. വളരെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സൂപ്പർ സ്പേസാണ്. ടൂറിസ്റ്റിന് പറ്റിയ കുടുംബത്തിനോട് കൂടെ വന്ന് കണ്ട് രസിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റും. നല്ല തണുത്ത വെള്ളമാണ്. നമ്മൾ ഈ ബസ് ആയതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല. തോർത്തൊന്നും കൊണ്ടുവരികയാണ്. ഞങ്ങൾ സുഖിച്ച് ഉഷാറായി കുളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. വരിക, കാണുക, ആസ്വദിക്കുക. ഇറങ്ങാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. കയറിയപ്പോൾ അതൊക്കെ നായി കതിക്കണ വഴി കതിക്കുന്നു. പോവാ. പക്ഷെ നമ്മളപ്പം ഇറങ്ങിയോനോ അവൻ കയറുകയും ചെയ്തല്ലേ. അങ്ങനെ നമ്മളെ ട്രിപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക്. പൂപ്പലി നിന്ന് എത്തൂല. ഇനി കൽപ്പറ്റുള്ള ഫ്ലവർ ഷോ. ആ പൂപ്പലി വേറെ സ്ഥലത്താണുള്ളത്. അത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.